എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നും റെഫറൽ ലിങ്ക് എടുക്കുന്നത് എങ്ങനെയെന്നും വ്യക്തമായിട്ട് അറിയാം. ആദ്യം റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് തരും, അതിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഇത് വേറൊരു വ്യക്തിയാണ് തന്നിരിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റെഫറൽ ലിങ്കിൽ വേണം നിങ്ങൾ ചെയ്യാൻ. എന്നിട്ട് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യണം. ഇൻവെക്ഷൻ കോഡ് എന്ന് പറയുന്നിടത്ത് ഒന്ന് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് വരും. അവിടെ ഓക്കെ എന്ന് കൊടുക്കണം. കോപ്പി ഇട്, നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു. ഓക്കെ. എന്നിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ പ്ലേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ പോയി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എനേബിൾ എന്ന് കാണിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്ലേ എന്ന് കാണിക്കും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. 3 ഓപ്ഷൻ കാണിക്കും. അതിൽ നമ്മൾ ഇമെയിൽ കൊടുക്കാം. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഫോൺ ഓർ ഇമെയിൽ എന്നുള്ള കോളത്തിൽ ടച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ ഫോൺ നമ്പർ കൊടുത്താൽ പലർക്കും ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ട് ഇമെയിൽ എന്നുള്ളിടത്ത് ടച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യണം. അപ്പോൾ ഇനി ഇമെയിലിലേക്ക് നിങ്ങൾ പോകണം. ഇമെയിലിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് ഒരു റെഫറൽ കോഡ് നിങ്ങൾക്ക് എടുക്കണം. നമ്മൾ നേരെ ഇമെയിലിലേക്ക് പോവുകയാണ്. കണ്ടോ, മെയിൽ വന്നപ്പോൾ ഇവിടെ ഇത് കിടക്കുന്നുണ്ടോ, BSYS എന്നുള്ളത് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ റെഫറൽ കോഡ് ഇവിടെ കാണാം. കണ്ടോ, ഇതിന് ബുക്കിൽ എഴുതണം. ബുക്കിൽ എഴുതണം. ബുക്കിൽ എഴുതിയിട്ട് ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, 811 254 അപ്പോൾ ഈ കോളം ഓപ്പൺ ആകും. തെറ്റാതെ ഇമെയിലിൽ OTP വരും. ആ OTP ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നെക്സ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ ഓപ്പൺ ആകും. ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഒരു 6 അക്ക പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം. ഒരു വലിയ സംഖ്യ, ചെറിയ സംഖ്യ, ചിഹ്നങ്ങൾ, അക്ഷരങ്ങൾ എന്നടങ്ങിയ 6 സംഖ്യ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ടൈപ്പ് കൊടുക്കുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ഓപ്പൺ ആകും. നെക്സ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. ഓക്കെ. എന്നതിനുശേഷം നമ്മൾ ഏറ്റവും ആദ്യം ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഇൻഫെക്ഷൻ കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുത്തല്ലോ. അല്ല എങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി പോയി നമുക്ക് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻഫെക്ഷൻ കോഡ് വരും. അവിടെ പോയി ടച്ച് ചെയ്ത് നമ്മൾ എടുക്കണം. എന്നിട്ട് ഇവിടെ കൊണ്ട് നിങ്ങൾ അമർത്തി ഒന്ന് പിടിക്കണം. അമർത്തി പിടിക്കുമ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞു വരും. കണ്ടോ, ഇതായിരിക്കത്തില്ല. നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും അടിച്ചു കൊടുക്കരുത്. ഇത് ഞാനിത് കാണിച്ചു തരുവാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും അടിച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് ഏതാണോ രജിസ്ട്രേഷൻ ലിങ്ക് അയച്ചു തന്നിട്ടുള്ള അതിൽ വരുന്ന ഇൻഫെക്ഷൻ കോഡാണ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്യണം. ഒരിക്കൽ കൂടെ ഒന്ന് ടച്ച് ചെയ്യണം. കംപ്ലീറ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്യണം. നെറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. കറങ്ങി വേറൊരു പേജിലേക്ക് തന്നെ ഇവിടെ ഹലോ എന്ന് പറഞ്ഞു വന്നു. കണ്ടോ, ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ചില സമയങ്ങളിൽ നെറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കേണ്ടത് ഇവിടെയാണ് ഓപ്പൺ ആക്കേണ്ടത്. കണ്ടോ, ഒന്ന് നമുക്ക് തന്നിരിക്കും, കാണിച്ചിരിക്കും. ഇവിടെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് ടച്ച് ചെയ്യേണ്ടത്. ഇതേ കളറിലായിരിക്കും കാണിക്കുന്നത്.
ഓണാക്കുമ്പോൾ വേറൊരു കളറിലായിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് ടൈം ഇവിടെ കാണിക്കും 24 മണിക്കൂറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് ടച്ച് ചെയ്യണം. കണ്ട ചുവപ്പിൽ ഓറഞ്ച് കളറിലൊന്ന് ടച്ച് ചെയ്യണം. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരസ്യം കാണിക്കും. ചിലർക്ക് പരസ്യം വരും, ചിലർക്ക് പരസ്യം വരത്തില്ല. അതിന് നമ്മൾ ഒന്ന് ബാക്ക് അടിച്ച് മാറി ഈ ഗുണം പോലെ കിടക്കുന്നിടത്തൊന്ന് ടച്ച് ചെയ്യാൻ. കണ്ടോ, ഇപ്പോൾ ഇവിടെ പച്ച കളറായി. കണ്ടോ, ഇവിടെ തുടങ്ങി ഇതിങ്ങനെ വരും. കണ്ടോ, ഇതിങ്ങനെ റൗണ്ടായിട്ട് വരുമ്പോൾ പിറ്റേ ദിവസവും നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ആ ഓറഞ്ച് കളറിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്യണം. 24 മണിക്കൂറിലാണ് കാണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിലെല്ലാം ഞാൻ പിന്നെ പറഞ്ഞിരുന്നായിരിക്കും. അവരോട് അപ്ഡേറ്റ് നടക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കിനി കൂടുതൽ സ്പീഡ് കിട്ടേണ്ടതിനും കൂടുതൽ കോയിൻ നിങ്ങൾ നേടേണ്ടതിനും നിങ്ങളുടെ റെഫർ ലിങ്ക് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിവിടെ കാണിക്കും. കണ്ടോ, ഈ കറുത്ത ഭാഗത്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, ബോണസ്. ഒരാൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം നേടുന്ന കോയിൻ്റെ 25% നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹം 24 മണിക്കൂറിൽ നേടുന്നതിൻ്റെ 25% നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഒന്ന് ടച്ച് ചെയ്യണം. നിങ്ങളുടെ റെഫർ ലിങ്ക് എടുക്കേണ്ടത്. ഓക്കെ. എന്നിട്ട് നിങ്ങളിവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഗോഡ് 123 എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത്. ചിലപ്പോൾ അത് ഇതിനകത്ത് അവരാരെങ്കിലും ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് കൊടുത്ത് കാണത്തില്ല. നോക്കണം, വേറെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തന്നെയാണ് അവർക്ക് വരുന്നത്. കംപ്ലീറ്റ് എന്നുള്ളത് ടച്ച് ചെയ്യണം. ഒരിക്കൽ കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ചുവപ്പിൻ്റെ ഒരു ഇത് വരുന്നെങ്കിൽ ഇത് ആൾറെഡി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പദം നമ്മൾ കൊടുക്കണം. ഞാനിപ്പോൾ വേറെ ഒന്ന് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ടച്ച് ചെയ്യണം. ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആയിട്ട് അടുത്ത പേജിലേക്ക് വരും. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻഫെക്ഷൻ കോഡ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ വാട്സപ്പിലേക്ക്. കണ്ടോ, വാട്സപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. നമ്മുടെ റെഫർ ലിങ്കാണ് ഇത്. മറ്റുള്ളവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോഴിതാ ടച്ച് ചെയ്തു നോക്കണം, നമ്മുടെ റെഫർ ലിങ്ക് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും. കണ്ടോ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി കിട്ടുക. നമ്മൾ അടിച്ച റെഫർ ഇത് കണ്ടല്ലോ. ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്ത് ദിവസവും നമ്മൾ മൈനിങ് ചെയ്ത് കോയിൻ നേടുക. ലോഞ്ച് ആകുമ്പോൾ നമുക്ക് ഓരോ കോയിനും അപ്പോഴുള്ള വില അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. മാക്സിമം ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് തരും. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റുകൾ അറിയേണ്ടതിന്. അല്ലാതെ ഒന്നും അറിയാൻ പറ്റത്തില്ല. അതിനുശേഷം നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികൾക്കും ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിർബന്ധമായിട്ടും അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.